നമസ്തേ, BBMS വ്ളോഗിലേക്ക് സ്വാഗതം. കേരളത്തിലെ മന്ത്രവാദി കുടുംബങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായതാണ് മലപ്പുറം വന്നേരിയിലെ കാട്ടുമാടം മന. പരശുരാമൻ സ്ഥാപിച്ച 32 ഗ്രാമങ്ങളിൽ ഓരോ വിധ പ്രവർത്തികൾ ചെയ്യാൻ ഓരോ കുടുംബത്തെ നിയോഗിച്ചുവത്രേ. അതിൽ മന്ത്രവാദങ്ങൾക്കായി തിരഞ്ഞെടുത്തവരാണ് കാട്ടുമാടം കുടുംബം. കാട്ടുമാടം മനയിൽ 40 കൊല്ലം മുമ്പ് നടന്നു എന്ന് പലരും പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഇനി പറയുന്നത്. അക്കാലത്ത് ഇല്ലത്ത് ശ്രീകുമാരൻ നമ്പൂതിരി എന്ന പ്രസിദ്ധനായ ഒരു മാന്ത്രികൻ ഉണ്ടായിരുന്നു. ഈ നമ്പൂതിരി വലിയ മന്ത്രവാദിയായിരുന്നുവെങ്കിലും ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു. സാധാരണ ബ്രാഹ്മണരുടെ മാതിരി ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് മന്ത്രജപം, പൂജ, തേവാരം ഇതൊന്നും ഇദ്ദേഹം ചെയ്തിരുന്നില്ല. 108 മന്ത്രങ്ങൾ ജപിക്കേണ്ടിടത്ത് 10 20 ജപിച്ച് അവസാനിപ്പിക്കും. പക്ഷേ ഭദ്രകാളിയുടെ കടുത്ത ഉപാസകനായിരുന്നു. ദീർഘനേരം അടുത്തുള്ള കാളീക്ഷേത്രത്തിൽ പല സമയത്തും ധ്യാനത്തിലിരിക്കുന്നത് പലരും കണ്ടിട്ടുണ്ടത്രേ. ആ സമയത്ത് ആരും എന്തു പറഞ്ഞാലും അറിയാത്ത മാതിരി പരിസരബോധം മറന്നാണ് ഇരിപ്പ്. ഒരു ദിവസം ശാന്തിക്കാരൻ വിളക്ക് വയ്ക്കാൻ ചെന്ന സമയത്ത് പരിസരം മുഴുവൻ ഉറുമ്പിൻ്റെ കൂട്ടങ്ങൾ. വിളക്ക് കൊളുത്താൻ കൂടി സമ്മതിക്കുന്നില്ല. ചുറ്റുപാടും നോക്കിയപ്പോൾ നടക്കൽ നിന്ന് കുറച്ച് വിട്ട് ഒരാൾ കണ്ണടച്ചിരിപ്പുണ്ട്. അത് ശ്രീകുമാരൻ നമ്പൂതിരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദേഹം മുഴുവൻ ചോണനുറുമ്പ് പൊതിഞ്ഞിരിക്കുന്നു. ഒരെണ്ണം കടിച്ചാൽ തന്നെ കടുത്ത വേദന വരുന്ന തരം വലിയ ഉറുമ്പാണ്. പക്ഷേ നമ്പൂതിരി ഒന്നും അറിഞ്ഞിട്ടില്ല. ചുറ്റും നടക്കുന്നതോ ശാന്തിക്കാരൻ വന്നതോ ഒന്നും കണ്ടിട്ടില്ല. അത്ര ആഴത്തിലുള്ള ധ്യാനം. എന്തു ചെയ്യണമെന്നറിയാതെ ശാന്തിക്കാരൻ കുറച്ചുനേരം അന്തം വിട്ടു നിന്നുപോയി. ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ നമ്പൂതിരിപ്പാട് ധ്യാനത്തിൽ നിന്നുണർന്ന് 2 കൈകൊണ്ട് മുറുമ്പിനെ തട്ടിക്കളഞ്ഞ് നടക്കലേക്ക് ചെന്നു. മണിയടിച്ച് ദേവിയെ തൊഴുത് ഒന്നും സംഭവിക്കാത്ത മാതിരി ഇറങ്ങിപ്പോയി. ശാന്തിക്കാരൻ പറഞ്ഞ് പലരും ഈ സംഭവം അറിഞ്ഞു. നമ്പൂതിരിയെ എല്ലാവരും ഭയഭക്തിയോടെയാണ് പിന്നീട് നോക്കാറ്. കടുത്ത മനഃശക്തി ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിന് അപാരമായ മന്ത്രസിദ്ധികൾ ഉണ്ടായിരുന്നത്രേ. ഒരുപാട് മൂർത്തികൾ സ്വാധീനത്തിലുണ്ടായിരുന്നതിനാൽ ആർക്കും മാറ്റാൻ കഴിയാത്ത രോഗങ്ങളും ആരാലും ഒഴിപ്പിക്കാൻ കഴിയാത്ത ബാധകളും ഇദ്ദേഹം ഒഴിപ്പിക്കുമായിരുന്നു. ഇല്ലത്ത് ജീവിച്ചിരുന്നവരിൽ ഏറ്റവും ശക്തനായ മന്ത്രവാദി ഇദ്ദേഹമായിരുന്നു എന്നാണ് കുടുംബാംഗങ്ങൾ കൂടി പറയുന്നത്. ഒരിക്കൽ കടുത്ത ബാധോപദ്രവവുമായി ഒരു സ്ത്രീ ഇല്ലത്തെത്തി. സാധാരണഗതിയിൽ 1 2 കർമ്മങ്ങളിലൂടെ ഈ വക ബാധകൾ ശ്രീകുമാരൻ നമ്പൂതിരി ഒഴിപ്പിക്കാറുള്ളതാണ്. പക്ഷേ ഇത് 5 തവണ കർമ്മങ്ങൾ ആവർത്തിച്ചിട്ടും ഒഴിഞ്ഞുപോയില്ല. കൂടാതെ കളം മായ്ക്കലും വിളക്കുകൾ തട്ടിയിടലും പൂജകൾ തടസ്സപ്പെടുത്തലും മറ്റുമായി പലവിധ വിഘ്നങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങി. കോപിഷ്ഠനായ ശ്രീകുമാരൻ നമ്പൂതിരി ഒടുക്കത്തെ പ്രയോഗം ചെയ്യാനുറച്ചു. അടുത്തുള്ള കുളത്തിൽ പോയി മുങ്ങി തലയും ദേഹവും തോർത്താതെ ദേഹത്തു നിന്ന് വെള്ളം ഒഴുകുന്ന നിലയിൽ കർമ്മങ്ങൾ നടത്തുന്ന സ്ഥലത്തേക്ക് ഓടി വന്നു. പ്രത്യേകതരം ഒരു കളം വരച്ച് അതിൻ്റെ നടുവിൽ എന്തോ മന്ത്രം ചൊല്ലി കയ്യിലിരുന്ന കത്തി കുത്തി ആഴ്ത്തിയതും കളത്തിനു പുറത്തിരുന്നിരുന്ന ബാധകേറിയ സ്ത്രീ "ഞാൻ ചത്തേ" എന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ട് പുറത്തേക്കോടി മൊഹാലസ്യപ്പെട്ട് വീണുവത്രേ. അതോടെ ബാധയും ഒഴിഞ്ഞുപോയി എന്നാണ് പറയുന്നത്. ഈ ബാധ ഇവരെ ബാധിക്കാൻ വേണ്ടി ദുർമന്ത്രവാദം ചെയ്ത ഒരുത്തൻ ഈ കർമ്മം കഴിഞ്ഞതോടെ അവൻ ഇരുന്നിരുന്ന സ്ഥലത്ത് തന്നെ മരിച്ചു വീണു എന്നും പലരും പറയുന്നു. സാത്വിക കർമ്മങ്ങൾ ചെയ്യുന്നവർ കൂടി പലപ്പോഴും തിരിച്ചടികൾ നേരിടേണ്ടി വരുന്ന ഒന്നാണ് മന്ത്രവാദം. അതിനാൽ തന്നെ ശക്തരായ മന്ത്രവാദികൾ വിവാഹം കഴിക്കാനോ സന്തതികൾ പിറക്കാതിരിക്കാനോ ശ്രദ്ധിക്കാറുണ്ട്. സ്വന്തം കുടുംബ പരമ്പരകൾക്ക് ശാപമേൽക്കരുത് എന്നതിനാലായിരിക്കണം ഇങ്ങനെ ചെയ്യുന്നത്. ഈ പ്രശസ്തനായ മന്ത്രവാദിയുടെ മന്ത്രവാദകാലത്ത് മനയിൽ പല കുട്ടികൾക്കും ദുർമരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് കുടുംബത്തിലെ ചിലർ പറയുന്നു. ഇദ്ദേഹത്തിൻ്റെ അന്ത്യം ദയനീയമായിരുന്നു.
പരസഹായമില്ലാതെ നടക്കാൻ കൂടി കഴിയാത്ത വിധം മരണത്തിന് മുൻപ് അനേകം വർഷം അദ്ദേഹത്തിന് വിഷമിക്കേണ്ടി വന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കാട്ടുമാടൻ മനയിലെ ബ്രാഹ്മണന് വിധിച്ചിട്ടുള്ള സാത്വിക കർമ്മങ്ങൾക്കപ്പുറം വാമമാർഗത്തിലുള്ള കടുത്ത പ്രയോഗങ്ങൾക്ക് ഇദ്ദേഹം ശ്രമിച്ചതിനാലാണ് ഇങ്ങനെ ഒരു ദുര്യോഗം അദ്ദേഹത്തിന് നേരിട്ടത് എന്ന് കുടുംബത്തിലെ പിൻതലമുറക്കാർ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.